ഇനി നമുക്ക് വീണ്ടും വയനാട്ടിലേക്ക്. അവിടെ ഇന്നു മുതൽ യഥാർത്ഥത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ്. അതേസമയം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത് ചില വാടക വീടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാത്രമല്ല, ആളുകൾ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ തെരച്ചിൽ ഉണ്ടാകൂ എന്ന വാർത്ത വരുമ്പോൾ വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? SKN ഇപ്പോൾ 13 ക്യാമ്പുകളിലായി 1508 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് വാടക വീടുകളിലേക്ക് പോകുന്നതിന് സർക്കാർ വാടക വീടുകൾ കണ്ടെത്തുന്നതിൻ്റെ ഒരു യജ്ഞം 2 ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കി പരമാവധി ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റും. അതല്ലാതെ സ്വമേധയാ വാടക വീടുകൾ കണ്ടെത്തുന്നവരുമുണ്ട്. ഈ അമ്പലവയൽ, കൽപ്പറ്റ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വാടക വീടുകൾ ഏറെക്കുറെ എല്ലാം തന്നെ ആളുകൾ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയുന്നത്. ഏകദേശം 6000 രൂപ സർക്കാർ നൽകുമെന്ന് അറിയിച്ചതോടുകൂടി തന്നെ സ്വമേധയാ അങ്ങനെ വീടുകൾ കണ്ടെത്തി മാറുന്നവരുമുണ്ട്. അവർക്ക് ഗൃഹോപകരണങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി മേപ്പാടിയിൽ തന്നെ ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഈ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ 20-ാം തീയതിക്ക് ശേഷം സർക്കാർ കണ്ടെത്തിയ വാടക വീടുകളിലേക്ക് മാറാൻ താല്പര്യമുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിന്റെ അന്തിമഘട്ട നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ DNA പരിശോധനയുടെ ഫലമാണ് ഇനി വരാനുള്ളത്. 401 DNA പരിശോധന ഫലമാണ് ഇതിനകം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഇപ്പോൾ ഉള്ള ആളുകളുടെ രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യഘട്ട ഫലം 2 ദിവസത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അറിയിച്ചത്. ഇന്ന് ഉപസമിതി യോഗം ചേരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിന്റെ ഒരു ഫലം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ഈ നിലവിൽ അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ ചൂരൽമലയായാലും മുണ്ടക്കൈ പ്രദേശത്തായാലും ഇപ്പോൾ തിരച്ചിൽ അത് ഏകദേശം നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറമേ ഉള്ളവർ ഇവിടേക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഒരു മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കാഴ്ച കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇവിടെ അത് തടയുകയും ആളുകൾ എന്തിനാണ് വന്നതെന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവിടേക്ക് കടത്തിവിടുക എന്നുള്ളതും ഇപ്പോൾ നിലവിൽ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ആളുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ മാറി മറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ അത്തരത്തിൽ കാഴ്ച കാണാനായി ആരും വരരുത്, അതിന് നിയന്ത്രണമുണ്ട് എന്നുള്ളതും സർക്കാർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു. 6 സേഫായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങൾ വയനാട്ടിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ.